നമ്മുടെ റാഫിൻ്റെ CRM സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ വീഡിയോ ആണിത്. സോ നമ്മുടെ CRM സോഫ്റ്റ്വെയർ മെയിനായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കസ്റ്റമേഴ്സായിട്ടുള്ള ചാറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റായിട്ട് വരുന്ന ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് ബ്രോഡ്കാസ്റ്റ് ആണ്. സോ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഒരു കസ്റ്റമർ, ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാ ബേസിൽ ഒരു 1000 കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 കസ്റ്റമേഴ്സിന് ഇൻഡിവിജ്വൽ മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ അതിനെ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. 1000 പേർക്ക് ഒറ്റയടിക്ക് മെസ്സേജ് ചെയ്യാന്ന് പറയുമ്പോൾ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ. സോ ആ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി 1 by 1 ആയിട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ച് 1000 പേർക്ക് സുഖമായിട്ട് അയക്കാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണത്. സോ ഈ ഒരു സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ വരുന്ന പ്രത്യേകത കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഉണ്ട്. മെസ്സേജ് പ്ലസ് നിങ്ങൾക്ക് വീഡിയോ, ഓഡിയോ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിൽ ഒരൊറ്റ കോൺടാക്റ്റ് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ഡെമോയ്ക്ക് വേണ്ടിയിട്ട്. സോ ആ ഒരു കോൺടാക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സൽ ഷീറ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഓഫേഴ്സ് കാര്യങ്ങൾ സെൻഡ് ചെയ്യാൻ പറ്റും ബ്രോഡ്കാസ്റ്റ് 1 ആയിട്ട്. സോ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇമേജ്, ഓഡിയോ, കൂടാണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മെസ്സേജ് പ്ലസ് ഇമേജിൻ്റെ ആണ്. സോ മെസ്സേജ് പ്ലസ് ഇമേജിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫേഴ്സിനെ പറ്റിയിട്ടുള്ള മെസ്സേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് സെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇത് ടൈപ്പ് ചെയ്യുക. കൂടാണ്ട് നിങ്ങൾക്ക് ഓഫറിൻ്റെ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമേജ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നേരെ സെലക്ട് ചെയ്യുക. നേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രിവ്യൂ കാര്യങ്ങൾ, പിന്നെ കൂടാണ്ട് തന്നെ ഏറ്റവും വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് കസ്റ്റമറിൻ്റെ പേര് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ പറ്റും. സോ പേര് കാര്യം മെൻഷൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൺവേർഷനും കൂടാണ്ട് കസ്റ്റമേഴ്സ് കാണാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. സോ നേരെ നമ്മൾ പ്രിവ്യൂ കൊടുക്കുക. കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും, വാലിഡ് ആണോ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജ് കാര്യങ്ങൾ സെൻഡ് ആവുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. റിപ്പോർട്ട് കാര്യങ്ങൾ ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ ബ്രോഡ്കാസ്റ്റ് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ചാറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇൻഡിവിജ്വൽ മെസ്സേജസിൽ നമ്മൾ സെറ്റ് ചെയ്ത ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പ്ലസ് ഇമേജ് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് മെയിനായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഹെൽപ്പ് ചെയ്യും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ വരുന്നതാണ് നമ്മുടെ കസ്റ്റം ടാബ്. നിങ്ങൾക്ക് മേലെ വരുന്ന ടാബ്സ് കണ്ടല്ലോ, ഓൾ അല്ലെങ്കിൽ അൺറീഡ്, 1-on-1 ബിസിനസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വിസിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടാബ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഇതിൽ വരുന്ന വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടാബ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് ടെംപ്ലേറ്റ്. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള മെസ്സേജ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എപ്പോഴും ടൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കണം എന്നുള്ള മെസ്സേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഫ്ലോ നമ്മുടെ ചാറ്റ് ബോട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് ഡയറക്റ്റ് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി വരുന്നതാണ് നമ്മുടെ മെയിൻ ഫീച്ചർ, ചാറ്റ് ബോട്ടിൻ്റെ ഫീച്ചർ. ചാറ്റ് ബോട്ട് ഫീച്ചറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും കൂടാണ്ട് തന്നെ ബിസിനസ്സിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവം. സോ ചാറ്റ് ബോട്ട് ഫീച്ചറിൻ്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. സോ നമ്മൾ ചാറ്റ് ബോട്ടിൽ പേര് കൊടുക്കുക. നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഇൻട്രോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കീവേഡ് എന്താണെന്ന് വെച്ചാൽ കീവേഡിലാണ് കസ്റ്റമർ എന്ത് ടൈപ്പ് ചെയ്ത് അയച്ചാലാണ് നമ്മളെ ചാറ്റ് ബോട്ട് റിപ്ലൈ കൊടുക്കേണ്ടതെന്നുള്ള കാര്യം വരുന്നത്. സോ ഞാനിവിടെ ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫോ എന്നാണ് കൊടുക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആഡ് കണ്ടു വരുമ്പോൾ അത് ഡയറക്റ്റായിട്ട് അങ്ങനെയല്ല ചോദിക്കാറ്. സോ നമ്മളത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആഡ് കണ്ട് വന്ന പോലെ തന്നെയുള്ള മെസ്സേജ്. സോ ഫുള്ളായിട്ട് മാച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു ഇതിലും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് മെസ്സേജ് പ്ലസ് ഇമേജ് തന്നെയാണ്. ഇതിലും മറ്റേതുപോലെ തന്നെ നമ്മുടെ ബ്രോഡ്കാസ്റ്റുള്ള പോലെ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ മെസ്സേജ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. കാരണം കസ്റ്റമർ ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങളൊരു ആഡ് റൺ ചെയ്തിട്ട് നേരെ വരുന്ന ഒരു മെസ്സേജാണ് ഹലോ ക്യാൻ ഐ ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ ചാറ്റ് ബോട്ട് ഓട്ടോമാറ്റിക് റിപ്ലൈ എടുക്കും. നിങ്ങൾ സിംഗിൾ ഇൻഡിവിജ്വലായിട്ട് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം നമ്മളെ ചാറ്റ് ബോട്ട് കംപ്ലീറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യും. ഓക്കെ. സോ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക, വേണ്ടത് ടൈപ്പ് ചെയ്യുക, നേരെ നമ്മുടെ ചാറ്റ് ബോട്ടിനെ സെറ്റ് ചെയ്യുക. ചാറ്റ് ബോട്ടിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ മെസ്സേജ് അയക്കുന്നത് നമ്മുടെ മറ്റേ നമ്പറിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വരും. സോ ആ ഒരു മെസ്സേജിനനുസരിച്ച് നമുക്ക് റിപ്ലൈ പോകുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ കസ്റ്റമർ അങ്ങനെ ഒരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ആയിട്ട് വരുമ്പോൾ ഓട്ടോമേറ്റ് ചെയ്ത് നമ്മുടെ ചാറ്റ് ബോട്ട് തന്നെ റിപ്ലൈ കൊടുക്കും. അപ്പോൾ ഈ ഒരു റിപ്ലൈ നിങ്ങൾക്ക് ശരിക്കും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഓഫറിനെ പറ്റി ഇതാണ് നമ്മുടെ ഓഫറാണ്, നിങ്ങൾക്കിത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന വേർഡ്
ടൈപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളത് നേരെ ആഡ് ഫ്ലോയിൽ പോയിട്ട് കീവേഡിൽ നമ്മുടെ വർക്ക് ഫ്ലോയിൽ പോയിട്ട് കീവേഡിൽ ടൈപ്പ് ചെയ്ത് വെക്കുക. ടൈപ്പ് ചെയ്ത് വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു മെസ്സേജിങ് ഓൾ ത്രൂ മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലാണ്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ് ചെയ്ത് മെസ്സേജ് ചെയ്തോളൂ. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യാന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനൊരു കാര്യം കൂടി ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇനി വരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ പ്രസൻസ് ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ നമ്മൾ മുന്നിലിരുന്നിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്ത് അയക്കുക. പക്ഷേ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. രാത്രിയൊക്കെ നമ്മൾ കസ്റ്റമർ പീക്ക് ടൈം ഉണ്ടല്ലോ, കസ്റ്റമർ ആക്റ്റീവ് ആയിട്ടുള്ള ടൈം, ആ ടൈമിലേക്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച് മെസ്സേജ് പോകും. പിന്നെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ കസ്റ്റമേഴ്സിന് ഇന്ന ഡേറ്റിലാണ് നമ്മുടെ ഓഫർ തീരുക, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിനാണ് നമ്മുടെ പ്ലാൻ കഴിയാനായി, അല്ലെങ്കിൽ ഇന്നൊരു ഓഫർ പുതിയതായിട്ട് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു ലെവലിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ നോട്ട്സിൽ വരുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. റിമൈൻഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് അടുത്തൊരു ഫീച്ചർ, നിങ്ങൾക്ക് റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, എന്തിനെ പറ്റിയിട്ടാണ് റിമൈൻഡർ കാര്യങ്ങളൊക്കെ വെച്ച് റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നോക്കാൻ പോകുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഡാഷ്ബോർഡാണ്. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. പ്രോസസ്സിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസാണ്. ഇതാണ് മെയിൻ ഡാറ്റാബേസിൻ്റെ സംഭവം. സോ ഇവിടെയാണ് നിങ്ങൾക്ക് എക്സൽ ഷീറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് നമ്പേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും, എക്സൽ ഷീറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. ഇപ്പോൾ ടൂൾസാണ് നോക്കുന്നത്. ടൂൾസിൽ ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു CRM സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിൽസ് ടീമിന് മെസ്സേജ് ചെയ്യുക. ഓഫേഴ്സ് കാര്യങ്ങൾ മന്ത്ലി ആൻഡ് ഇയർലി ഒക്കെ വരുന്നുണ്ട്, നിങ്ങളൊക്കെ റിമൈൻഡ് ചെയ്യും. താങ്ക് യു.